اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ സാദുൽ മആദിൻ്റെ മുഖ്തസറിൽ കഴിഞ്ഞ ദർസിൽ നാം വായിച്ച അല്ലെങ്കിൽ പറഞ്ഞ വിഷയം സ്വലാത്തുൽ കുസൂഫ്, ഗ്രഹണ നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദിയകൾ, മാർഗനിർദ്ദേശങ്ങളാണ്. അടുത്ത ഫസ്ൽ ഈ കിതാബിൽ കൊടുത്തിട്ടുള്ളത് ഫസ്ലുൻ ഫി ഹദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഇസ്തിസ്ഖാഇ, ഇസ്തിസ്ഖാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശം. ഇസ്തിസ്ഖാ എന്ന് പറഞ്ഞാൽ മഴ തേടിക്കൊണ്ടുള്ള ദുആ, മഴയെ തേടിക്കൊണ്ടുള്ള ദുആ, തേട്ടം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ സൃഷ്ടികളുടെ സൃഷ്ടിപ്പ് അല്ലാഹു തആല ആരംഭിച്ചിട്ടുള്ളത് തന്നെ വെള്ളത്തിൽ നിന്നാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മിമ്മ ഖുലിഖൽ ഖൽഖ്, സൃഷ്ടികൾ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു മിനൽ മാ, വെള്ളത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജന്തുജീവജാലങ്ങൾക്കും അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ് വെള്ളം എന്നുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിത്തരുന്നതാണ്. അള്ളാഹുവിൻ്റെ കഴിവിനെയും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അടിമകളുടെ മേലെയുള്ള എല്ലാവിധ അധികാരത്തെയും തെളിയിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നു എന്നുള്ളത്. അടിമകൾ ചെയ്യുന്ന പാപങ്ങൾ കാരണത്താൽ പലപ്പോഴും അള്ളാഹു തആല മഴ വർഷിപ്പിക്കാതിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, വലം യംനഉ സകാത്ത് അംവാലിഹിം ഇല്ലാ മുനിഉ അൽ ഖത്റ മിനസ് സമാ, അവരുടെ സ്വത്തിന്റെ സകാത്തുകൾ അവർ നൽകാതിരിക്കുമ്പോഴെല്ലാം ആകാശത്തു നിന്ന് മഴ വർഷിക്കുന്നതും തടയപ്പെടുന്നതാണ്. അഥവാ അടിമകൾ അവരുടെ മേലെ നിർബന്ധമായിട്ടുള്ള അവരുടെ സമ്പത്തിന്റെ സകാത്ത് നൽകാതെ അത് പിടിച്ചു വെക്കുകയാണെങ്കിൽ അവരുടെ മേലെ അല്ലാഹു സുബ്ഹാനഹു വതആല മഴയെയും തടയുന്നതാണ്. വലൗല അൽ ബഹായിമു ലം യുംതറു, ഈ ലോകത്ത് ജന്തുജീവജാലങ്ങൾ, മൃഗങ്ങളും മറ്റും ഇല്ലാതിരുന്നു എങ്കിൽ മഴ പെയ്യുക തന്നെ ഇല്ലായിരുന്നു എന്ന്. അതായത് മനുഷ്യരുടെ പാപങ്ങൾ കാരണത്താൽ മഴ വർഷിക്കുന്നത് നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ മനുഷ്യൻ മാത്രമല്ല ഈ ഭൂമിയിലുള്ളത്, വേറെയും ജീവികൾ ഉള്ളത് കൊണ്ടാണ് ഈ മഴ വർഷിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങളുടെ അപകടം പറയുന്നിടത്ത് കാണാം. എന്നാലും അടിമകൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിലൂടെ, അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിലൂടെ അള്ളാഹു തആല മഴ വർഷിക്കും എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. സൂറത്ത് നൂഹിൽ നൂഹ് നബി അലൈഹിസ്സലാം അവിടുത്തെ ഖൗമിനോട് പറഞ്ഞ വാക്ക് കാണാം, ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹു തആല പാപങ്ങൾ പൊറുക്കുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ നേടിയാൽ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് ധാരാളം മഴ വർഷിപ്പിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി തേടുക എന്നുള്ളത് പല നബിമാരും ചെയ്തിട്ടുള്ള കാര്യമാണ്. മൂസാ നബി അലൈഹിസ്സലാം ചെയ്തിരുന്നതായി ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 60-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഇദ് ഇസ്തസ്ഖാ മൂസാ ലിഖൗമിഹി, തൻ്റെ സമൂഹത്തിന് വേണ്ടി വെള്ളം ലഭിക്കാൻ, അവർക്ക് കുടിക്കാൻ മറ്റും ആവശ്യങ്ങൾക്ക് വെള്ളം ലഭിക്കാൻ അള്ളാഹു തആലയോട് മൂസാ നബി അലൈഹിസ്സലാം തേടി. അതുപോലെ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കൽ മഴ തേടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി ആളുകളോടൊപ്പം ഇറങ്ങിയ സന്ദർഭത്തിൽ ഫമറ അലാ നംലത്തിൻ മുസ്തൽഖിയത്തിൻ അലാ ഖഫാഹ, ഇബ്നു അബീ ശൈബ അദ്ദേഹത്തിന് മുസ്തനഫിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. ഉറുമ്പുകളുടെ കൂട്ടം. സുലൈമാൻ നബിയുടെ പ്രത്യേകത എന്താ? മറ്റുള്ള മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ സംസാരം മനസ്സിലാകുമായിരുന്നു. അപ്പോ ഒരു ഉറുമ്പ് കൂട്ടത്തിൽ അവർ ഇങ്ങനെ മലർന്നു കിടന്നുകൊണ്ട് അവർ കിടക്കുക. റാഫിഅത്തൻ ഖവാഇമഹ ഇലസ്സമാ, അവരുടെ കൈകളും കാലുകളും മറ്റെല്ലാം ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അവർ വഹിയ തഖൂൽ, അവർ പറയുന്നുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നാ ഖൽഖുൻ മിൻ ഖൽഖിക്, അല്ലാഹുവേ നിന്റെ സൃഷ്ടികളിൽ ഒരു സൃഷ്ടികളാണ് ഞങ്ങൾ. ലൈസ ലനാ ഗിനൻ അൻ റിസ്ഖിക്, നിന്റെ ഉപജീവനം നീ തന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് വേറെ എവിടെ നിന്ന് കിട്ടൂല. ഫഇമ്മ അൻ തസ്ഖിയന വഇമ്മ അൻ തുഹ്ലികന,
നീ ഒന്നെങ്കിൽ ഞങ്ങൾക്ക് വെള്ളം നൽകണം, അല്ലെങ്കിൽ ഞങ്ങൾ നീ നശിച്ചു പോകുന്നതാണ്. ഫഖാല സുലൈമാനു ലിന്നാസ്, അപ്പോൾ സുലൈമാൻ നബി ആളുകൾ എന്തിനു ഇറങ്ങിയതാണ്? മഴ തേടാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ ഇത് കേട്ടപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒപ്പമുണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, ഇർജിഉ ഫഖദ് സുഖീതും ബിദഅവതി ഗൈരിക്കും, നിങ്ങൾ മടങ്ങിക്കൊള്ളുക, നിങ്ങൾക്കിതാ നിങ്ങളല്ലാത്ത മറ്റു ചിലരുടെ പ്രാർത്ഥന കൊണ്ട്, തേട്ടം കൊണ്ട് നിങ്ങൾക്ക് മഴ ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ വെള്ളം ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞു കാണാം. അപ്പൊ അള്ളാഹു നൽകുന്ന മഹത്തായ ഒരു അനുഗ്രഹമാണ് വെള്ളം എന്നുള്ളത്, മഴ വർഷിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഇല്ലാതെയാകുന്ന സന്ദർഭത്തിൽ, അത് തടയപ്പെടുന്ന സന്ദർഭത്തിൽ ധാരാളം ഇസ്തിഗ്ഫാർ തേടുകയും അള്ളാഹുവിനോട് അതിനുവേണ്ടി ദുആ ചെയ്യുകയും വേണം. കാരണം അള്ളാഹു വെള്ളം നൽകിയില്ലെങ്കിൽ വേറെ ആൾക്കും തരാൻ സാധിക്കില്ല. നമുക്ക് വെള്ളമില്ലാത്തൊരു അവസ്ഥ ആലോചിച്ച് നോക്കി. കുറച്ചു കാലം തന്നെ വെള്ളത്തിനൊരു കഷ്ടപ്പാട് വന്നു കഴിഞ്ഞാൽ എത്രത്തോളമാണ് മനുഷ്യർ ബുദ്ധിമുട്ടുക. അപ്പോൾ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫസ്ലിൽ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വസബത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഇസ്തസ്ഖാ അലാ വുജൂഹിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് അവിടുന്ന് പല രീതികളിലായി, പല സന്ദർഭങ്ങളിലായി മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് തേടിയിരുന്നത്. അഹദുഹുമ, അതിലൊന്നാമത്തേത് യൗമുൽ ജുംഅതി അലൽ മിൻബരി ഫി അസ്നാഇൽ ഖുത്ബതി, ഒരിക്കൽ വെള്ളിയാഴ്ച ദിവസം ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. നമ്മൾ അറിയുന്ന സംഭവമാണ്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു അറാബി വന്നിട്ട് പറഞ്ഞു, ഹലക്കൽ അംവാൽ, ഞങ്ങളെ സ്വത്തെല്ലാം നശിച്ചു, കൃഷിയെല്ലാം നശിച്ചു പോയി, ദാരിദ്ര്യമാണ്, വെള്ളമില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ദുആ ചെയ്യുകയും അപ്പോൾ തന്നെ ആകാശത്ത് കാർമേഘങ്ങൾ ഒരുമിച്ച് കൂടി മഴ വർഷിക്കുകയും ചെയ്തു. പിറ്റത്തെ ആഴ്ച അയാൾ വീണ്ടും വന്ന് വെള്ളം കൂടിയിട്ട് പ്രശ്നമാണ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഈ മഴയെ ആളുകൾക്ക് ഉപദ്രവമല്ലാത്ത രീതിയിൽ ചുറ്റുമുള്ള താഴ്വരകളിലും വൃക്ഷത്തിന്റെ ചുവട്ടിലും ആക്കണമേ എന്നും ദുആ ചെയ്ത സംഭവം കാണാം. അപ്പോൾ ഒരു തവണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സാനി, രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി തേടിയ ഒരു സന്ദർഭം, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഅദ അന്നാസ യൗമൻ യഖ്റുജൂന ഫീഹി ഇലൽ മുസല്ല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് ഒരു സമയം പറയുകയുണ്ടായി. എല്ലാവരോടും ഇന്ന സമയത്ത് മുസല്ലയിൽ വന്നെത്തണമെന്ന് പറഞ്ഞു. മുസല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈദിന്റെ സമയത്ത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദ് നിസ്കാരത്തെ നിസ്കരിക്കാനായിട്ടൊരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഈദ് നിസ്കാരം അവിടെയാണ് നിർവഹിക്കാറുള്ളത്. അപ്പോ ആ മുസല്ലയിലേക്ക് ഒരു ദിവസം ജനങ്ങളോട് ഇന്ന സമയത്ത് വരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു. ഫഖറജ ലമ്മാ ത്വലഅത്തി ശംസു, അങ്ങനെ സൂര്യൻ ഉദിച്ച ഒരു സമയത്ത്, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. മുതവാദിഅൻ മുതബദ്ദിലൻ മുതഖശ്ശിഅൻ മുതവസ്സിലൻ മുതവദ്ദിഅൻ, അങ്ങേയറ്റം താഴ്മയും വിധേയത്വവും ഭയവും ഭയഭക്തിയും പിന്നെ കീഴ്വണക്കവും എല്ലാം കാണിച്ചുകൊണ്ട്, വിനയവുമെല്ലാം കാണിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് ഏറ്റവും ആവശ്യക്കാരനാകുന്ന ഒരാളുടെ രൂപത്തിലായിക്കൊണ്ട്, അവസ്ഥയിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുസല്ലയിലേക്ക് വന്നു. فلما وافى المصلى صعد المنبر إن صح, സഹീഹായി വന്നിട്ടുള്ള അതാണെങ്കിൽ ഒരു റിവായത്തിനെ പറ്റി ഇബ്നു ഖയ്യിം പറയുകയാണ്, ആ റിവായത്ത് സഹീഹാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിലെത്തി ആദ്യം മിമ്പറിന്മേൽ കയറിയെന്ന്. ഇത് സഹീഹായിട്ടല്ലാത്ത ഒരു റിവായത്തിന്റെ അടിസ്ഥാനത്തിലോ മറ്റോ ആണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് കിതാബിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മേലെ കയറിയിരുന്നു മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിലെന്നും നിസ്കാരത്തിന് മുമ്പാണ് ഖുത്ബ നിർവഹിച്ചിരുന്നത് എന്നാണ് ഈ കിതാബിൽ പറയുന്നത്. എന്നാൽ ഈ കിതാബിനെ തഅലീഖ് ചെയ്തിട്ടുള്ള, വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ ഒരു റിവായത്ത്, അങ്ങനെ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ഇബ്നു ഖയ്യിം പറയുന്നത് ഇൻ സഹ എന്നാണ്, സഹീഹായി വന്നതാണ് എങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആദ്യം നിസ്കാരത്തിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ നിർവഹിച്ചിട്ടുള്ളത് സലാത്തുൽ ഇസ്തിസ്ഖായിൽ. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കണം, നമ്മൾ വായിക്കുമ്പോൾ തിരുത്താം. വഇല്ലാ ഫഫിൽ ഖൽബി മിൻഹു ഷൈഉൻ ഫഹമിദല്ലാഹു വഅസ്നാ അലൈഹി വകബ്ബറഹു. അപ്പോൾ ഇതിൽ ആദ്യം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഖുത്ബയുടെ രീതിയാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ആദ്യം 2 റക്അത്ത് നിസ്കാരത്തിന് ശേഷമാണ് ഈ ഖുത്ബയും ദുആവും എല്ലാം നിർവഹിച്ചിട്ടുള്ളത്. ഇതിൽ പറഞ്ഞ പോലെ വായിക്കുന്നത് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് ശേഷം
ഹംദ് ചെയ്ത് അതുപോലെ തന്നെ അള്ളാഹുവിനെ പുകഴ്ത്തി തക്ബീറുകൾ പറഞ്ഞ് വകാന മിമ്മാ ഹിഫള മിൻ ഖുതുബതിഹി വദുആഇഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിസ്ഖാഇന് നടത്തിയ ഖുതുബയിൽ നിന്നും ദുആയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു റിവായത്ത് പറയുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹു യഫ്അലു മാ യുരീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്നുള്ള വാക്കുകൾ പറഞ്ഞിട്ട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹു യഫ്അലു മാ യുരീദ് അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യുന്നു اللهم أنت الله لا إله إلا أنت تفعل ما تريد الله നീയാണ് അല്ലാഹു നീ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു اللهم لا إله إلا أنت നീ അല്ലാതെ ഇലാഹില്ല أنت الغني ونحن الفقراء നീ ഗനിയാണ് ഐശ്വര്യവാനാണ് സമ്പന്നനാണ് അല്ലെങ്കിൽ ഗിനയുള്ളവനാണ് ونحن الفقراء ഞങ്ങൾ ദരിദ്രരാണ് أنزل علينا الغيث അതുകൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിക്കണമേ വജ്അൽ മാ അൻസൽതഹു അലൈനാ ഖുവ്വതൻ ലനാ വബലാഗൻ ഇലാ ഹീൻ നീ ഞങ്ങൾക്ക് ഇറക്കുന്നത് ഞങ്ങൾക്കൊരു ശക്തിയും ഞങ്ങൾക്ക് ഒരു കാലം വരെ നിലനിൽക്കുന്ന ഒരു കാര്യവുമായിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ രീതിയിൽ നീ ഇറക്കി തരണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിസ്ഖാഇന്റെ നിസ്കാരത്തിന് ശേഷം ദുആയിൽ പറഞ്ഞതായി ഖുതുബയുടെ ചില റിവായത്തുകൾ വന്നിട്ടുണ്ട് ثم رفع يديه وأخذ في التضرع والابتهال والدعاء وبالغ في الرفع حتى بدا بياض إبطيه അതിനുശേഷം ആ ഖുതുബയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തു അങ്ങേയറ്റം താഴ്മയോടുകൂടി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് ദുആ ചെയ്തു കൈകൾ ഉയർത്തി എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കക്ഷത്തിന്റെ ഭാഗത്തുള്ള ആ വെളുത്ത നിറം കാണുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തു ثم حول الى الناس ظهره അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ ഭാഗത്തേക്ക് പുറമാക്കിക്കൊണ്ട് തിരിഞ്ഞു നിന്നു അതായത് ഖുതുബ നിർവഹിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് തിരിഞ്ഞ് ഖിബലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു വസ്തഖ്ബലൽ ഖിബലത ഖിബലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു അപ്പോൾ ജനങ്ങൾ ഖിബലയുടെ ഭാഗത്തേക്കാണ് ഇരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചു നിസ്കാരത്തിന് ശേഷമാണ് ഖുതുബ നിർവഹിച്ച് കുറച്ചു നേരം ദുആ ചെയ്ത് പിന്നെ നേരെ ഖിബലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറംഭാഗമാണ് ജനങ്ങൾ കാണുക وحول إذ ذاك رداءه وهو مستقبل القبلة فجعل الأيمن على الأيسر وأقصه നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ മേൽവസ്ത്രം മേലെയിട്ടുള്ള വസ്ത്രം അത് അഴിച്ചുകൊണ്ട് അത് തിരിച്ചുകൊണ്ടിട്ടു അതായത് മേലെ ഇട്ടിട്ടുള്ള വസ്ത്രം അത് ഊരിക്കൊണ്ട് വലത് കൈയിന്റെ ഭാഗം ഇടത് ഭാഗത്തേക്കും ഇടത് കൈയിന്റെ ഭാഗം വലത് ഭാഗത്തേക്കും അകംഭാഗം പുറത്തേക്കുമായിട്ട് തിരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടു വകാന റിദാഉ ഖമീസത്തൻ സൗദാ കറുപ്പ് നിറമുള്ള ഒരു റിദാ ആയിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നു വഖദ ഫി ദുആഇ മുസ്തഖ്ബിൽ ഖിബ്ല വന്നാസു കദാലിക് അങ്ങനെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് നേരം ദുആ ചെയ്തു ജനങ്ങളും അതുപോലെ തന്നെ മഴയ്ക്ക് വേണ്ടി ആ സമയത്ത് ദുആ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിസ്ഖാഇന്റെ നിസ്കാരത്തിന് ശേഷം ഈ ഖുതുബ നിർവഹിക്കുകയും അതുപോലെ തന്നെ ദുആ ചെയ്യുകയും ചെയ്യുന്ന രീതി അപ്പോൾ ഇനി ഈ തിരിച്ചിടുന്നത് മേൽമുണ്ട് തലയിലിടുന്ന തട്ടമാണെങ്കിൽ അതും തിരിച്ചിടാവുന്നതാണ് ഇനി തൊപ്പി മാത്രമുള്ളെങ്കിൽ അതും തിരിച്ചിടാവുന്നതാണ് എന്തെങ്കിലും ഒരു വസ്ത്രം മേൽവസ്ത്രം അത് തിരിച്ചിടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിൽ ചെയ്തിട്ടുള്ള കാര്യമാണ് എന്നിട്ട് ഇബ്നുൽ ഖയ്യിം ഖുതുബയ്ക്ക് ശേഷമാണ് നിസ്കാരത്തിന്റെ കാര്യം പറയുന്നത് പക്ഷെ നമ്മൾ പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ റിവായത്തിൽ ഒരു സഹിയാണോ അല്ലേ എന്നുള്ള സംശയത്തിൽ വന്നതായിരിക്കാം അപ്പോൾ നിസ്കാരത്തിന്റെ രൂപമാണ് ഇനി പറയുന്നത് അതാണ് ആദ്യം ശരിക്കും ثم نزل فصلى بهم ركعتين من غير نداء ബാങ്കില്ലാതെ ഇഖാമത്തൊന്നും ഇല്ലാതെ 2 റക്അത്ത് നിസ്കാരമാണ് മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന്റെ രൂപം قرأ في الأولى بعد الفاتحة بسبح وفي الثانية بالغاشية നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്നുള്ളതും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഗാഷിയയുമാണ് മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടാമത്തെ രൂപം അങ്ങനെയാണ് ഒന്നാമത്തേത് വെള്ളിയാഴ്ച ജുമുഅക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു രണ്ടാമത്തേത് ഇതുപോലെ ആളുകളോട് ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ പറഞ്ഞ് അവിടെ നിന്ന് ഇതുപോലെ നിർവഹിച്ചു നിസ്കരിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു മൂന്നാമത്തെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി എഴുതിയത് അസ്സാലിസു അന്നഹു ഇസ്തസ്ഖാ അലാ മിംബരിൽ മദീന ഫി ഗൈറിൽ ജുമുഅ വലം യുഹ്ഫദ് അൻഹു അന്നഹു ഫീഹി സലാത്തുൻ
ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയുടെ മിമ്പറിന്റെ മേലെ വെച്ച് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. അത് ജുമയുമല്ല, വെള്ളിയാഴ്ച ജുമയോ അല്ലെങ്കിൽ നിസ്കാരം നിസ്കരിച്ചിട്ടോ അല്ല, വെറുതെ മിമ്പറിന്റെ മേലെ നിന്ന് ദുആ ചെയ്യുക മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. الرابع നാലാമത്തെ ഒരു രൂപം വന്നിട്ടുള്ളത് അന്നഹു ഇസ്തസ്ഖാ വഹുവ ജാലിസുൻ ഫിൽ മസ്ജിദ് റഫഅ യദൈഹി വദഅ അല്ലാഹു അസ്സ വജൽ. ഒരു ദിവസം മസ്ജിദിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇരുന്നുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത രൂപവും വന്നിട്ടുണ്ട്. അഞ്ചാമത്തേത് അൽ ഖാമിസു അന്നഹു ഇസ്തസ്ഖാ ഇൻദ അഹ്ജാദി الزൈത്ത് ഖരീബൻ മിന الزൗറാ. മദീനയുടെ മസ്ജിദിനോട് അടുത്ത് കുറച്ച് കല്ലുകൾ ഉണ്ടായിരുന്നു അന്ന്. ആ കല്ലുകൾ അതിൻ്റെ ഒരു കറുപ്പും അതിൻ്റെ ഒരു പ്രകാശിക്കുന്ന രൂപവും ജെയ്ത്ത് പറഞ്ഞാൽ ഒലീവ് എന്തെങ്കിലും ഒരു വസ്തുവിനെ നേരെ തേച്ച് കഴിഞ്ഞാൽ അതൊന്ന് തിളക്കം കൂടും. അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള എണ്ണയാണ്. ഇപ്പൊ നമ്മൾ താടിയിലും മുടിയിലൊക്കെ തേച്ചാൽ തന്നെ അതിന്റെ നിറം ഒന്ന് കൂടുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ കല്ലുകള് ജെയ്ത്ത് തേച്ച് തിളങ്ങുന്നത് പോലെ നിറമുള്ള കല്ലുകളായിരുന്നു. അതുകൊണ്ട് ആ കല്ലുകളെ അന്ന് പറഞ്ഞിരുന്നത് അഹ്ജാര് ജെയ്ത്ത് എന്നാണ്. ജെയ്ത്തിന്റെ കല്ലുകൾ എന്ന കല്ലുകളെ പറയാറുണ്ടായിരുന്നു. അത് വഹിയ ഖാരിജ് ബാബിൽ മസ്ജിദിൽ ലദി യുദ്ആ അൽ-യൗമ ബാബുസ്സലാം. ബാബുസ്സലാം എന്ന് പറയുന്ന ഒരു കവാടമുണ്ട്, അതിന്റെ ആ ഭാഗത്താണ് ഇന്ന് ബാബുസ്സലാം ഉണ്ട്, അതിന്റെ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. നഹ്വ ഖദ്ഖദ് ഹജറിൻ യൻഅതിഫു അൻ യമീനിൽ ഖാരിജ് മിനൽ മസ്ജിദ്. മസ്ജിദിന്റെ വലതു ഭാഗത്തൂടെ ഇറങ്ങുന്ന ഭാഗത്ത് ഇവിടെ ആ സ്ഥലത്ത് വെച്ചിട്ട്, ആ കല്ലുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അതോ അതിനാണ് ഈ കാര്യം പറയുന്നത്. ആ കല്ലുകൾ ഉണ്ടായിരുന്ന ഭാഗത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിന്റെ പുറത്ത് ആ ഭാഗത്ത് വെച്ച് ഒരിക്കൽ ദുആ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ആറാമത്തേത് അസ്സാദിസു, മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്ത മറ്റൊരു സന്ദർഭം അന്നഹു ഇസ്തസ്ഖാ ഫീ ബഅദി ഗസവാതിഹി. ചില യുദ്ധങ്ങളിൽ, യുദ്ധ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ലമ്മാ സബഖഹുൽ മുശ്രികൂന ഇലൽ മാഇ ഫഅസാബൽ മുസ്ലിമീന അൽ അതഷ്. യുദ്ധത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത്, യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ചിലപ്പോൾ മുശ്രിക്കീങ്ങൾ ആദ്യം എത്തിയിട്ട് അവിടെ എവിടെയാണോ വെള്ളമുള്ള ഭാഗം ആ ഭാഗത്ത് മുശ്രിക്കീങ്ങൾ തമ്പടിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അന്നത്തെ യുദ്ധത്തിന്റെ രൂപം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ യുദ്ധത്തിന് ഒരുങ്ങി എത്തിയതാണെങ്കിൽ ആ സ്ഥലത്ത് ആരാണോ ആദ്യം എത്തുന്നത് അവരെ ഏറ്റവും ആദ്യം നോക്കിയതാണ് വെള്ളം എവിടെയാണ് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ ചില യുദ്ധത്തിന് പോകുമ്പോൾ മുശ്രിക്കീങ്ങൾ ആദ്യം എത്തിയിട്ട് അവിടെ വെള്ളം ലഭിക്കുന്ന ഭാഗം, കിണറോ അല്ലെങ്കിൽ അരുവികളോ എന്തോ ഉള്ളത് എന്താണോ അതിന്റെ ഭാഗം അവരവിടെ ഭാഗമായിട്ട് അവർ തമ്പടിച്ചിട്ടുണ്ടാവും. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വെള്ളമില്ലാത്ത അവസ്ഥയുണ്ടാവും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരിക്കൽ മുസ്ലിമീങ്ങൾ ഫശഖൗ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ മുസ്ലിമീങ്ങൾ പരാതിപ്പെട്ടു, വിഷമം പറഞ്ഞു, വെള്ളമില്ല എന്നുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു. വഖാല ബഅദുൽ മുനാഫിഖീൻ, അപ്പോൾ മുനാഫിഖീങ്ങളിൽപ്പെട്ട ചിലർ ആ സമയം പറഞ്ഞു, ലൗ കാന നബിയ്യൻ ലസ്തസ്ഖാ ലിഖൗമിഹി കമസ്തസ്ഖാ മൂസാ ലിഖൗമിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിൽ ഒരു നബിയാണ് എങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാം അവരുടെ ഖൗമിന് വേണ്ടി തേടിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തേടും എന്ന് അവർ പറഞ്ഞു. ഫഖാല, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ കുറിച്ച് കേട്ടപ്പോൾ അവഖദ് ഖാലൂഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവരങ്ങനെ പറഞ്ഞോ? മുനാഫിഖീങ്ങൾ അങ്ങനെ പറഞ്ഞോ? അസാ റബ്ബുക്കും അയ്യസ്ഖിയക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വെള്ളം നൽകിയേക്കാം എന്ന് പറഞ്ഞു. സുമ്മ ബസത യദൈഹി വദആ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ നീട്ടിക്കൊണ്ട് ദുആ ചെയ്തു. ഫമാ റദ്ദ യദൈഹി ഹത്താ അവല്ലഹുമുസ് സഹാബു വഉംതിറു. ആ കൈകൾ താഴ്ത്തുന്നതിന് മുമ്പ് തന്നെ ആകാശത്ത് കാർമേഘങ്ങൾ നിറയുകയും അവിടെ മഴ വർഷിക്കുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ചില യുദ്ധ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത് യുദ്ധമുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 6 സന്ദർഭങ്ങളിലാണ് മഴയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേടിയതായി ഹദീസുകളിൽ വന്നിട്ടുള്ള സംഭവങ്ങൾ. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഉഗീസ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കുല്ലി മറത്തിൻ. ഈ സന്ദർഭങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേടിയപ്പോഴെല്ലാം മഴ വർഷിച്ചിട്ടുണ്ട്. ദുആ ചെയ്ത സന്ദർഭങ്ങളിലെല്ലാം മഴ വർഷിച്ചിട്ടുണ്ട്. വസ്തസ്ഖാ മറത്തൻ ഫഖാമ ഇലൈഹി അബൂ ലുബാബ. ഒരു സന്ദർഭത്തിൽ, ഇതിലേതോ ഒരു സന്ദർഭത്തിൽ മഴയ്ക്ക് വേണ്ടി തേടുന്ന സന്ദർഭത്തിൽ, ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അബൂ ലുബാബ എന്ന വ്യക്തി പറഞ്ഞു, ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന തംറ ഫിൽ മറാബിദ്. ഈത്തപ്പഴങ്ങളെല്ലാം മറാബിദുകളിലാണ്. മിർബത്തിന്റെ ജമ്മാണ് മറാബിദ്. അതായത് ഈത്തപ്പഴം ഉണക്കാൻ വേണ്ടി, അതിന്റെ ഉണക്കി സൂക്ഷിക്കാൻ വേണ്ടി, ഉണക്കാൻ വേണ്ടി വെക്കുന്ന സ്ഥലമാണ് മറാബിദ് എന്ന് പറയുന്നത്. അപ്പൊ മഴ വർഷിച്ചാൽ അതിലേക്ക് വെള്ളം കയറും.
അപ്പോൾ അത് നശിച്ചു പോകാൻ കാരണമാകും എന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, റസൂലേ ഈത്തപ്പഴമൊക്കെ അവിടെ നിൽക്കുന്നത് പറഞ്ഞു. ഫഖാല, അപ്പോൾ ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ സ്ഖിനാ ഹത്താ യഖൂമ അബൂ ലുബാബത ഉദിയാനൻ, അല്ലാഹുവേ നീ മഴ വർഷിപ്പിക്കണമേ. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അബൂ ലുബാബ നഗ്നനായി നിൽക്കേണ്ടി വരുന്ന അത്ര. ഫയസുദ്ദ സഅലബ മിർബദിഹി ബിഇസാരിഹി, അങ്ങനെ മഴ വർഷിച്ച് ആ വസ്ത്രം മഴ വർഷിച്ച് പിന്നെ ഈ ഈത്തപ്പഴം എടുത്തു വെച്ചിട്ടുള്ള ആ സ്ഥലത്തേക്ക് അതിലേക്ക് വെള്ളം കയറുന്ന ചെറിയ ദ്വാരമുണ്ടാവും. ആ ദ്വാരത്തിൽ തന്റെ താഴ്വസ്ത്രം ചുരുട്ടി അടച്ചു വെക്കേണ്ട അവസ്ഥ വരെ അബൂലുബാബുക്ക് ഉണ്ടായി എന്നുള്ളത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫഅംതറത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അങ്ങനെ പിന്നെ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ അള്ളാഹുവിനോട്, അബൂലുബാബ നഗ്നനായി തന്റെ വസ്ത്രം കൊണ്ട് ആ പിന്നെ മിർബദിലേക്ക് വരുന്ന വെള്ളത്തിന്റെ ദ്വാരങ്ങളെ അടച്ചു വെക്കുമാർ മഴ വർഷിപ്പിക്കണം എന്ന് ദുആ ചെയ്തു. അങ്ങനെ മഴ പെയ്തു. ഫജ്തമഉ ഇലാ അബീ ലുബാബ, മഴ പെയ്തിട്ട് മഴ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നപ്പോ ജനങ്ങളൊക്കെ അബൂലുബാബയുടെ അടുക്കിലേക്ക് പോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് എന്താ? ഇങ്ങനെ അബൂലുബാബ സ്വന്തം വസ്ത്രം മൂരി ആ മിർബദിലേക്ക് ഈത്തപ്പഴം സൂക്ഷിച്ചു വെച്ചിട്ടേക്ക് വെള്ളം ചാടുന്നതിനെ അടച്ചു വെക്കുന്ന അവസ്ഥ വരെ മഴ പെയ്യിപ്പിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുള്ളത്. അപ്പൊ മഴ വർഷിപ്പ ആളുകൾ അബൂലുബാബയുടെ അടുത്ത് പോയി. ഫഖാലു, എന്നിട്ട് പറഞ്ഞു, ഇന്നഹാ ലൻ തുഖ്ലിഅ ഹത്താ തഖൂമ ഉദിയാനൻ ഫതസുദ്ദ സഅലബ മിർബദിക ബിഇസാരിക. ആളുകൾ പറഞ്ഞു, ഈ മഴ നിൽക്കണമെങ്കിൽ നീ നിന്റെ വസ്ത്രം ഊരിയിട്ട് ആ വെള്ളം ചാടുന്ന ആ ദ്വാരങ്ങൾ അടച്ചു വെച്ചാലല്ലാതെ ഈ മഴ നിൽക്കലുണ്ടാവില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദുആ ചെയ്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വ്യക്തി അതിലകത്തേക്ക് പോവുകയും അതിന്റെ ദ്വാരങ്ങൾ അദ്ദേഹത്തിന്റെ വസ്ത്രം കൊണ്ട് അടച്ചു വെക്കുകയും ചെയ്തു. ഫഫഅല ഫഅഖലഅത്തിസ് സമാ, അങ്ങനെ ചെയ്തപ്പോഴാണ് മഴ വർഷിക്കുന്നത് പിന്നീട് നിൽക്കേണ്ടായത് എന്നൊരു സംഭവവും കാണാം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി തേടിയിട്ടുള്ള സന്ദർഭങ്ങളിലെല്ലാം മഴ വർഷിച്ചിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വലമ്മാ കസുറൽ മതറു സഅലൂഹു അലിസ്തിസ്ഹാഅ, ഒരു സമയത്ത് മഴ വർദ്ധിച്ചിട്ട് മഴയ്ക്ക് വേണ്ടി തേടി, പിന്നെ മഴ വർദ്ധിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മഴയൊന്ന് നീങ്ങി ആകാശം ഒന്ന് തെളിയാൻ വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. മിമ്പറിന്റെ മേലുള്ള സംഭവമൊക്കെ. ഫസ്തസ്ഹാലഹും, അങ്ങനെ ആ മഴ നീങ്ങുകയും ആകാശം വെളിച്ചം വെക്കുകയും ചെയ്തു. വഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത വാക്ക്, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹു ഈ മഴ ഞങ്ങൾക്ക് ചുറ്റുമാക്കി തരണമേ, ഞങ്ങളുടെ മേലല്ലാതെ. അല്ലാഹുമ്മ അലൽ അകാമി വദ്ദിറാബ്, അള്ളാഹുവെ കുന്നുകളിലും അതുപോലെ ആ പ്രദേശങ്ങളിലേക്ക് നീ ഇതിനെ നീക്കണമേ. വബുതൂനിൽ ഔദിയ, താഴ്വാരങ്ങളിൽ നീ ആക്കണമേ ഈ മഴയെ. വനാബിത്തി ഷജർ, വൃക്ഷങ്ങളുടെ അടിഭാഗത്തേക്ക് നീ മഴയെ ആക്കണമേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. കാരണം മഴ നിൽക്കാനോ ഇല്ലാതാകാനോ അല്ല, മഴ മനുഷ്യർക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മഴ കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക്, അതല്ലെങ്കിൽ വൃക്ഷങ്ങൾക്ക് കായ്കനികൾ മനുഷ്യർക്ക് ലഭിക്കുന്നത് പോലെ അതിന്റെ താഴ്ഭാഗത്തേക്ക് മഴയെ നീക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഅൽ മതറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ വർഷിക്കുന്നത് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഖാല അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുവേ സയ്യിബ് എന്ന് പറഞ്ഞ മഴ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഉപകാരപ്രദമായ മഴയാക്കി നീ ഇതിനെ മാറ്റണമേ എന്ന്. കാരണം നമുക്കറിയാം മഴ ഒരു പരിധി വിട്ട് പെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, മനുഷ്യർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ മഴ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള മഴയാക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. ഈ അറബി ഭാഷയിൽ മഴയ്ക്ക് ഗൈസ് എന്നും പറയും, മത്തർ എന്നും പറയും. മത്തർ എന്ന് മഴയ്ക്ക് പറയും, ഗൈസ് എന്നും പറയും. എന്താ ഗൈസ് എന്ന്? ദുആയിലൊക്കെ അല്ലാഹുമ്മ ഗൈസൻ മുഗീസ, അല്ലാഹുമ്മ ഗീസ്ന എന്നാ വരിക. കാരണം എന്താ? ഗൈസ് എന്ന് പറഞ്ഞാൽ സഹായം, ഗൗസ് എന്നുള്ള പദത്തിന്റെ ആശയമാണ്. അവിടെ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ഉപകാരമാകുന്ന സഹായമാകുന്ന അതേ കൃത്യമായ അളവിൽ പെയ്യുന്ന മഴക്കാണ് എന്ത് പറയുക? ഗൈസ് എന്ന് പറയുക. മത്തർ എന്ന് പറഞ്ഞാൽ മഴയാണ്. അത് ചിലപ്പോ മനുഷ്യന് ആവശ്യത്തിന്റെ അത്ര കിട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ആവശ്യത്തിൽ കൂടുതലായിട്ട് ഉപദ്രവമാകുന്നതുമാകാം, അതല്ലെങ്കിൽ ആവശ്യത്തിനുമാകാം, എങ്ങനെയാന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് മഴയ്ക്ക് വേണ്ടി തേടുന്നിടത്ത് അല്ലാഹുമ്മ ഗീസ്ന എന്നുള്ള വാക്ക്, ഗൈസ് എന്നുള്ള പദം ഉപയോഗിക്കാനുള്ള കാരണം.
ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്താണ്. അധിക ആളുകളും നമുക്ക് അറിയാത്തതോ അല്ലെങ്കിൽ ചെയ്യാത്തതോ ആയിട്ടുള്ള കാര്യമാണ്. വയഹ്സിറു സൗബഹു ഹത്താ യുസീബഹു മിനൽ മത്തർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ പെയ്യുന്ന സന്ദർഭത്തിൽ അവിടുത്തെ വസ്ത്രം മാറ്റിക്കൊണ്ട് മഴ നനയാറുണ്ടായിരുന്നു. അവിടുത്തെ വസ്ത്രം നീക്കിക്കൊണ്ട് മഴ നനയാറുണ്ടായിരുന്നു. അപ്പൊ മഴ പെയ്യുമ്പോൾ വസ്ത്രം മുഴുവനായി മാറ്റിയിട്ടില്ല എങ്കിൽ കൂടി തലയോ മുഖമോ ശരീരത്തിലെ എത്രയാണ് വസ്ത്രം മാറ്റാൻ പറ്റുക, അല്ലെങ്കിൽ കാലുകളോ, മഴ നനയുക എന്നുള്ളത് നല്ല ഒരു കാര്യമാണ്, സുന്നത്തായിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്ന കാര്യമാണ്. മഴ പെയ്യുന്ന സമയത്ത് അവിടുത്തെ വസ്ത്രം നീക്കിക്കൊണ്ട് ശരീരത്തിലേക്ക് മഴ കൊള്ളാറുള്ള ഉണ്ടായിരുന്നു. ഫസുഇല അൻ ദാലിക്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫഖാല ഇന്നഹു ഹദീസു അഹ്ദിൻ ബിറബ്ബിഹി, അത് റബ്ബിൽ നിന്നുള്ള നമ്മൾക്കുള്ള അനുഗ്രഹമാണ്, കാരുണ്യമാണ് എന്ന നിലക്കൊക്കെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മഴ കൊള്ളാറുണ്ടായിരുന്നു. കാരണം ഈ മഴ എന്ന് പറഞ്ഞാൽ മഴവെള്ളത്തെ പറ്റി നബി സല്ലല്ലാഹു ഖുർആനിൽ തന്നെ വന്നിട്ടുള്ളത് വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറകൻ, ബറക്കത്ത് നിറഞ്ഞ വെള്ളമാണ്. നമ്മുടെ ആളുകൾ പലപ്പോഴും ഇന്ന് വളരെയധികം ചില ആളുകൾ കുട്ടികളെ മഴ കൊള്ളിക്കുന്നില്ല, എന്തോ വലിയ കേടാന്നുള്ള നിലക്ക് മഴ കൊള്ളിക്കുന്നില്ല. അങ്ങനെയല്ല, മഴ ഒക്കെ കൊള്ളിക്കണം, മഴ നനയണം. അതുപോലെ തന്നെ ഇനി മഴ പെയ്യുമ്പോൾ അരുവികളിൽ പോയി കുളിക്കൽ സുന്നത്തുണ്ട്, അത് വരുന്നുണ്ട്. അപ്പൊ മഴ നനയുക എന്നുള്ളത് കുട്ടികളൊക്കെ മഴ കൊള്ളിക്കണം, കുറച്ച്, എപ്പോഴും മഴ കൊള്ളുക, മഴയ്ക്ക് കുറച്ച് കൊള്ളിക്കണം. അതുപോലെ തന്നെ ചെരുപ്പിടാതെ നടത്തിക്കണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളതും ഇനിയിപ്പോ ശാസ്ത്രീയപരമായിട്ട് തന്നെ ഒരുപാട് ഗുണമുള്ള കാര്യങ്ങളാണ്. ശാസ്ത്രീയപരമായിട്ട് തന്നെ ഒരുപാട് ഗുണമുള്ള കാര്യങ്ങളാണ് മഴ കൊള്ളലും ചെരുപ്പിടാതെ നടക്കലൊക്കെ. നമ്മൾ അത് പരിഗണിക്കണ്ട. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് മഴ കൊള്ളുക എന്നുള്ളത് നബി സല്ലല്ലാഹു ചെയ്യാറുണ്ടായിരുന്നു. ഇനി ശരീരം മൊത്തം അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തൊക്കെ കൊള്ളാൻ സാധിക്കുമെങ്കിൽ കൊള്ളുക എന്നുള്ളത് ബറക്കത്ത് നിറഞ്ഞ വെള്ളമാണ് മഴ എന്നുള്ളത്. قال الشافعي أخبرني من لا أتهم. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു റിവായത്ത്, അദ്ദേഹം പറയുന്നു, തെറ്റ് പറയാത്ത ഹദീസിന്റെ റിവായത്തുകളിൽ തെറ്റ് സംഭവിക്കാത്ത ഒരാളിൽ നിന്ന് ഒരാൾ എന്നെ അറിയിക്കുകയുണ്ടായി എന്ന് പറഞ്ഞിട്ട് അൻ യസീദ് ഇബ്നുൽ ഹാദ് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വ്യക്തി അറിയിച്ചത് യസീദ് ഇബ്നു ഹാദ് എന്ന സ്വഹാബിയിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ സാല സൈലു, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് ഈ താഴ്വരകളിലെല്ലാം അരുവിയിലൊക്കെ വെള്ളം നിറഞ്ഞ് ഒഴുകിയ ആ സമയം ഉണ്ടായി കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, ഖാല ഉഖ്റുജു ബിനാ, നമ്മോടൊപ്പം പുറപ്പെടൂ, ഇലാ ഹാദല്ലദീ ജഅലഹു അല്ലാഹു തഹൂറൻ ഫനതതഹറ മിൻഹു വനഹ്മദുല്ലാഹ അലൈഹി. ഇതാ അല്ലാഹു തആല നമുക്ക് ശുദ്ധിയാകാൻ വേണ്ടി ഇതാ ഒരു അരുവി ഒഴുക്കിയിട്ടുണ്ട്, അവിടെ പോയി നമുക്ക് ശുദ്ധിയാവുകയും നമുക്ക് അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞ് ഈ ഒഴുകുന്ന അരുവികൾ പോലെയുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ ഒഴുകുന്നതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിക്കാൻ വേണ്ടി ആളുകളെ കൂട്ടി പോകാറുണ്ടായിരുന്നു എന്ന് കാണാം. അത് സമയം അനാവശ്യമായി കളയാനോ നിസ്കാരം പാഴാക്കാനോ കളിയും ചിരിയോ മുഴുകാനല്ല, അള്ളാഹു തആല നൽകിയ ഈ മഴയ്ക്ക് അള്ളാഹുവിനെ സ്തുതിക്കാനും അള്ളാഹുവിന്റെ നിഅമത്തുകൾ അറിയാനും നന്ദി കാണിക്കാനും ഒക്കെ ആയിട്ട് പിന്നെ ഇങ്ങനെ പോകാറുണ്ട്. ഇപ്പോ എല്ലാവരും കൂടി പുഴയെ പോയിട്ട് ഇത് പിന്നെ എന്താ പറയാ, ഇപ്പൊ ലുഹയുടെ ദർശ കേട്ടിട്ട് ആരോ ചോദിച്ചു ലുഹ ഇപ്പൊ നിസ്കരിക്കണ്ടേന്ന് ചോദിച്ചു. കാരണം ലുഹയുടെ വിഷയത്തിൽ വന്നിട്ടുള്ള ചില മസലകൾ പറഞ്ഞപ്പോൾ ഇനി ലുഹ നിസ്കാരം ഒഴിവാക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചു ഒരാള് ദർശ കേട്ടിട്ട്. അപ്പൊ അത് അങ്ങനെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പോകാറുണ്ടായിരുന്നു. വഖ്ബറനി മൻ ലാ അത്തഹിമു, അതുപോലെ തന്നെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയാണ്, ഇസ്ഹാഖ് ഇബ്നു അബ്ദുല്ലാഹ് എന്ന വ്യക്തി ഉദ്ധരിക്കുന്നു, അന്ന ഉമറ കാന ഇദാ സാല സൈലു, ഉമർ റളിയല്ലാഹു അൻഹുവും ഇതുപോലെ മഴയെല്ലാം പെയ്തുകൊണ്ട് അരുവികളിൽ കുറച്ച് വെള്ളമായി കഴിഞ്ഞാൽ ദഹബ ബി അസ്ഹാബിഹി ഇലൈഹി, ഒപ്പമുള്ള ആളുകളെയും കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്. ഉമർ റളിയല്ലാഹു ഒപ്പമുള്ള ആളുകളെയും കൂട്ടി അതിലേക്ക് പോകും. വഖാല, എന്നിട്ട് പറഞ്ഞു, മാ കാന ലിയജീഅ മിൻ മജീഇഹി അഹദുൻ ഇല്ലാ തമസ്സഹ്നാ ബിഹി, ഇങ്ങനെ മഴ പെയ്യുകയും ഇങ്ങനെ വെള്ളം ഒഴുകുകയും ചെയ്യുമ്പോൾ നമ്മെ സ്പർശിക്കാതെ പോകാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് ഇങ്ങനെ കുറച്ചു നേരം ഒന്ന് കുളിക്കാനും അള്ളാഹുവിന്റെ ഈ നിഅമത്ത് നന്ദി കാണിക്കുക എന്ന നിലക്കൊക്കെ പോകാറുണ്ടായിരുന്നു എന്ന് ചില റിവായത്തുകളിൽ കാണാം. അപ്പൊ അത് ഞാൻ പറഞ്ഞു, അത് വെറുതെ കളിയും ചിരിയും തമാശയായിട്ട് മുഴുകാനല്ല, അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് അതിനെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കാണാനും അതുപോലെ തന്നെ അത് മനസ്സിലാക്കാനും നന്ദി കാണിക്കാനും അള്ളാഹുവിനെ സ്തുതിക്കാനുമെല്ലാമായിട്ടാണ്. കാരണം മഴവെള്ളം എന്നുള്ളത് മുബാറക്കാണ്, ബറക്കത്ത് നിറഞ്ഞ വെള്ളമാണ്, അത് വളരെ നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്.
വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റഅൽ ഗൈമ വർ-റീഹ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്ത് കാർമേഘങ്ങൾ കൂടി ശക്തമായ കാറ്റൊക്കെ അടിച്ചു വീശുന്ന കണ്ടു കഴിഞ്ഞാൽ, ഒരു മഴ വരുന്ന ആ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉരിഫ ദാലിക ഫീ വജ്ഹിഹി വഅഖ്ബല വഅദ്ബറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് അത് പ്രകടമാകുമായിരുന്നു. ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും തിരിച്ചു കയറുകയും മസ്ജിദിലേക്ക് പോവുകയും തിരിച്ചു വരികയും അങ്ങനെ ഒരു അസ്വസ്ഥമായ ഒരു അവസ്ഥ കാണുമായിരുന്നു. ഫഇദാ അംതറത് സുരിയ അൻഹു വദഹബ അൻഹു ദാലിക്, അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മഴ വർഷിച്ചതിൽ സന്തോഷിക്കുകയും ആ ബേജാറ് പോവുകയും ചെയ്യും. വകാന യഖ്ശ അൻ യകൂന ഫീഹി അൽഅദാബു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടിരുന്നു ആ കാർമേഘങ്ങളെല്ലാം വരുന്ന സന്ദർഭത്തിൽ അതിൽ ശിക്ഷയാകുമോ എന്ന് ഭയപ്പെട്ടിരുന്നു എന്ന് കാണാം. കാരണം ഖുർആനിൽ തന്നെ ഈ ഇതുപോലെയുള്ള കാറ്റും അതുപോലെ ശിക്ഷ വന്ന ആളുകൾ ഈ കാർമേഘങ്ങൾ കണ്ടപ്പോൾ അവർ പറഞ്ഞിരുന്ന വാക്ക് ഹാദാ ആരിദും മുംതിറുന, അത് നമുക്ക് മഴമേഘം വരുന്നുണ്ട്, മഴ പെയ്യാൻ പോവാണെന്ന് പറയാറുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് ശിക്ഷയാകും. അവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചിരുന്നു ഇത് ശിക്ഷയാകുമോ എന്നുള്ളത്. പക്ഷെ എല്ലാ സാധാരണഗതിയിലുള്ള മഴയാണെങ്കിൽ അവിടുന്ന് സന്തോഷിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇത്രയുമാണ് മഴയുമായി ബന്ധപ്പെട്ട്, മഴ തേടിയിരുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾ ഈ കിതാബിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത ഫസ്ലുൻ ഫീ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിഹി വഇബാദതിഹി ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയിലും അതുപോലെ തന്നെ യാത്രയിലുള്ള ഇബാദത്തുകളിലും ഉള്ള മാതൃകകൾ എന്തൊക്കെയായിരുന്നു എന്നതാണ്. യാത്ര ചെയ്യുമ്പോഴുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതികളും അതുപോലെ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകൾ, ദുആകളോ ദിക്റുകളോ നിസ്കാരമോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത്. كانت أسفاره صلى الله عليه وسلم دائرة بين 4 أسفار, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോയിരുന്നത് നമുക്ക് മൊത്തം നോക്കുകയാണെങ്കിൽ 4 തരത്തിലുള്ള യാത്രകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ചെയ്തിരുന്നത്. സഫറുഹു ലിഹിജ്റതിഹി, ഒന്ന് ഹിജ്റക്ക് വേണ്ടി ചെയ്ത യാത്ര, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ നിർവഹിച്ച യാത്ര. വസഫറുഹു ലിൽ ജിഹാദി വഹുവ അക്സറുഹ, ജിഹാദിന് വേണ്ടി യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട യാത്രകൾ, അതാണ് ഏറ്റവും അധികമായിട്ടുള്ളത്. വസഫറുഹു ലിൽ ഉംറ, ഉംറക്ക് വേണ്ടി പുറപ്പെട്ട യാത്രകൾ. വസഫറുഹു ലിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട യാത്ര, അതൊരു തവണയേ പോയിട്ടുള്ളൂ. ഇങ്ങനെ ഈ 4 തരത്തിലുള്ള യാത്രകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഹിജ്റക്ക് പോയത്, ഹിജ്റ ചെയ്തത്. 2 ജിഹാദിന് വേണ്ടി യാത്ര, അതാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അടുത്തത് ഉംറക്ക് വേണ്ടി പോയത്, പിന്നെ ഹജ്ജിന് വേണ്ടി ഒരു തവണ പോയത്. وكان صلى الله عليه وسلم إذا أراد سفرا أقرع بين نسائه, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്ക് ഒരുങ്ങിക്കഴിഞ്ഞാൽ, തീരുമാനിച്ചു കഴിഞ്ഞാൽ പുറപ്പെടുമ്പോൾ ഭാര്യമാർക്കിടയിൽ നെറുക്കെടുക്കാറുണ്ടായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന ഭാര്യമാരായിട്ട് തന്നെ 9ഓളം ആളുകൾ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ എല്ലാവരെയും കൊണ്ട് യാത്രക്ക് പുറപ്പെടുക, ജിഹാദിന് യുദ്ധത്തിന് പുറപ്പെടുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അതിലാരെയാണ് ഒപ്പം കൊണ്ടുപോകേണ്ടത്, അവരുടെ ഇടയിൽ നീതി കാണിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തിരുന്ന രീതി നെറുക്കെടുക്കാറുണ്ടായിരുന്നു. ഭാര്യമാരുടെ പേരുകൾ എഴുതിയിട്ടോ മറ്റോ നെറുക്കെടുത്തുകൊണ്ട് അതിൽ ഇന്ന ആള് ഒപ്പം യാത്രക്ക് വരിക എന്ന നിലക്ക് ഓരോ യാത്രയിൽ, ഇപ്പൊ ജിഹാദിന് വേണ്ടിയിട്ടോ മറ്റുള്ള യാത്രകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെറുക്കെടുക്കാറുണ്ടായിരുന്നു. അപ്പൊ ഈ നെറുക്കെടുക്കുക എന്നുള്ളത്, അതായത് എന്തെങ്കിലും കുറെ കാര്യങ്ങളുണ്ട്, അതിലേത് തെരഞ്ഞെടുക്കണം എന്നുള്ള സംശയമുള്ള സന്ദർഭങ്ങളിൽ ഇതുപോലെ നെറുക്കെടുക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്, അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. അത് തെറ്റൊന്നുമല്ല. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്, അതിലെന്തെടുക്കണം എന്നറിയില്ല, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ 4 ഭാര്യമാരുണ്ട്, അതിൽ യാത്രയിൽ ആരും ഒപ്പം കൂട്ടണം എന്നറിയില്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നെറുക്കെടുക്കുന്നത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വിശ്വാസം അങ്ങനെ നെറുക്കെടുക്കാറുണ്ട്. ആരുടെ പേരാണോ കിട്ടുന്നത് അവരുമായിട്ട് ആ യാത്ര പോകാറുണ്ട്. വലമ്മ ഹജ്ജ സാഫറ ബിഹിന്ന ജമീഅൻ, എന്നാൽ ഹജ്ജ് സമയത്ത്, ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട സമയത്ത് എല്ലാ ഭാര്യമാരും ഒരുമിച്ചുണ്ടായിരുന്നു. ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ ഭാര്യമാരും ഒരുമിച്ചുണ്ടായിരുന്നു. വകാന ഇദാ സാഫറ ഖറജ മിൻ അവ്വലിൻ നഹാർ, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയുടെ രൂപം എന്ന് പറഞ്ഞാൽ അവിടുന്ന് യാത്ര ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ, തീരുമാനിച്ചാൽ പകലിന്റെ ആദ്യത്തിൽ തന്നെ യാത്ര പുറപ്പെടാറുണ്ടായിരുന്നു.
അഥവാ ഫജ്ർ കഴിഞ്ഞ ഉടനെയുള്ള ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പുറപ്പെടാൻ തെരഞ്ഞെടുത്തിരുന്ന സമയം. വകാന യസ്തഹിബ്ബുൽ ഖുറൂജ് യൗമൽ ഖമീസ്. ഇനി യാത്രകൾക്ക് പ്രത്യേകമായി യാത്ര ഒരുങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികവും തെരഞ്ഞെടുത്തിരുന്നത് യൗമുൽ ഖമീസ് ആണ്, വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പുറപ്പെടാൻ വേണ്ടി അധികവും തെരഞ്ഞെടുത്തിരുന്ന ദിവസങ്ങൾ. വദഅ അല്ലാഹ അൻ യുബാരിക ലി ഉമ്മതിഹി ഫീ ബുകൂരിഹാ. പ്രഭാതത്തിൽ പുറപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് പ്രഭാതത്തിൽ ബറക്കത്ത് ചൊരിയണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ പ്രഭാതത്തിൽ ഈ ഉമ്മത്തിന് ബറക്കത്ത് ചെയ്യണേ എന്നുള്ളത്. വകാന ഇദാ ബഅസ സരിയതൻ ഔ ജൈഷൻ ബഅസഹും മിൻ അവ്വലിൻ നഹാർ. യുദ്ധത്തിന് വേണ്ടിയിട്ടോ അതിന് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ എന്തെങ്കിലും സംഘത്തെയോ സൈന്യത്തെയോ അയക്കുകയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പകലിന്റെ പ്രഭാതത്തിലാണ് അയച്ചിരുന്നത്. നമുക്കറിയാം, സഹാബികളിലും താബിയങ്ങളിലും പലരും പ്രഭാതത്തിന് കച്ചവട സംഘത്തിനെ അയച്ചിരുന്നവരിൽ പ്രത്യേകം ബറക്കത്ത് ലഭിച്ചതായിട്ട് റിവായത്തുകൾ കാണാം. അപ്പോൾ ഏതൊരു യാത്രാ സംഘത്തെ അയക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പകലിന്റെ പ്രഭാതത്തിൽ, രാവിലെ പ്രഭാതത്തിൽ തന്നെ അയക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്നത്, ശ്രദ്ധിക്കാറുണ്ടായിരുന്നത്. വഅമറ അൽ മുസാഫിരീന ഇദാ കാനൂ സലാസതൻ അയ്യു അമ്മിറു അഹദഹും. ഇനി യാത്ര പോകുമ്പോഴുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില നിർദ്ദേശങ്ങളാണ്. 3 ആളുകൾ യാത്ര പോവുകയാണ് എങ്കിൽ അതിൽ ഒരാളെ അമീറാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്കാരോട് കൽപ്പിച്ചിരുന്നു. അതായത് ഒരു യാത്ര പോവുകയാണ്, അതിൽ 3 ആളാണ് ഒരു ജമാഅത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ 3 ആളുകൾ പോകുമ്പോൾ അതിൽ ഒരാളെ അമീറായി നിശ്ചയിക്കണം. അമീർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനും ആ അമീറിനെ അനുസരിക്കണം. ഒരിക്കലും ഏതെങ്കിലും സംഘടനക്കാരോ ആളുകളോ ബൈഅത്ത് കൊടുക്കുന്ന പോലെ ഒരു ബൈഅത്ത് കൊടുക്കുന്നതല്ല. ബൈഅത്ത് പറഞ്ഞാൽ ഇസ്ലാമിക ലോകത്തിന്റെ അധികാരിയായിട്ടുള്ള അമീറായിട്ടുള്ള ആൾക്കാണ് ബൈഅത്തുള്ളത്. ഇതങ്ങനെയല്ല. ഇത് യാത്രയും മറ്റും പോകുമ്പോൾ ആ യാത്രയിൽ താൽക്കാലികമായി കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി, കാരണം ഒരു ജമാഅത്ത് നേരാവണ്ണം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കൂട്ടം ആളുകൾ, ആ ആളുകളുടെ എന്താണോ ഉദ്ദേശം അത് ശരിക്കും നടക്കണമെങ്കിൽ ഒരു അമീർ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ജമാഅത്തിന് എന്തുണ്ടാവില്ല, ജമാഅത്ത് നിലനിൽക്കൂല, കാര്യങ്ങൾ ശരിക്കും നടക്കൂല. ആ അമീറിനെ എന്ത് ചെയ്യണം, അനുസരിക്കും വേണം. അമീറിനെ അനുസരിക്കും വേണം, എന്നാലേ ആ ജമാഅത്ത് നേരാവണ്ണം നിലനിൽക്കുള്ളൂ. ഏത് കാര്യത്തിലും. ഇപ്പൊ ഒരു സ്കൂളാണെങ്കിൽ അതിനൊരു പ്രിൻസിപ്പാൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഘമാണെങ്കിൽ അതിനൊരു നേതാവ് ഉണ്ടായിരിക്കണം, എന്നാലേ ആ സംഘം നിലനിൽക്കുള്ളൂ. ഏത് കാര്യത്തിലും അങ്ങനെയാണ്. അപ്പൊ ഇസ്ലാമിക ലോകത്തോ പല ആളുകളും, വേറെ വിഷയമാണ്, ഭരണാധികാരിക്കെതിരെ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവരാലോചിക്കാത്തൊരു കാര്യമാണ് ഭരണാധികാരി ഇല്ലാതാവുക എന്നുള്ളത്. ഭരണാധികാരി എത്ര തെമ്മാടി ആയാലും അക്രമി ആയാലും അതിനേക്കാൾ അപകടമാണ് ആ ഭരണാധികാരി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. അത് വേറൊരു നിയമം. ഇവിടെ പറഞ്ഞത് ഒരു 3 ആൾ യാത്ര ചെയ്യുകയാണ് എങ്കിൽ അതിൽ ഒരാളെ അമീറായി നിശ്ചയിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിരുന്നു യാത്രക്കാരോട്. വനഹാ അൻ യുസാഫിറ അർറജുലു വഹ്ദഹു. ഒരാൾ ഒറ്റക്ക് യാത്ര പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. വഖബറ അന്ന അർറാകിബ ശൈത്താനുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, ഒരൊറ്റ ആൾ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ശൈത്താനാണ്. വറാകിബാനി ശൈത്താനാനി. 2 ആളുകൾ എന്ന് പറഞ്ഞാൽ 2 ശൈത്താനുകളാണ്. ഫസലാസതു റക്ബുൻ. 3 ആളുകളാകുമ്പോഴാണ് അവർ യാത്രാ സംഘമാകുന്നത്, ഒരു യാത്രക്കാരായി മാറുന്നത്. കാരണം ഇത് പറയുന്നതിൽ വലിയ അർത്ഥങ്ങളുണ്ട്. ഒന്ന്, അവന് പറ്റുന്ന ദോഷങ്ങളും മറ്റുമാകാം. മറ്റൊന്ന്, അവന് യാത്രക്കാരൻ വേറെ നാട്ടിലേക്ക് പോകുമ്പോൾ അവൻ വല്ല തെറ്റുകളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലോ അകപ്പെടുന്നതിൽ അത് ഒരാളാണെങ്കിൽ കൂടുതൽ സാധ്യതയാണ്. 2 ആളാണെങ്കിലും പരസ്പരം എന്തെങ്കിലും ഒരു സമ്മതത്തോടു കൂടി എന്തെങ്കിലും ഒരു തെറ്റിലേക്ക് പോകാം. എന്നാൽ 3 ആളാകുമ്പോൾ അവർക്ക് പരസ്പരം ആ ഒരു സൂക്ഷ്മത, സംരക്ഷണം പല കാര്യങ്ങളിലും, ഉപദ്രവങ്ങളിലും മറ്റെല്ലാ രീതിയിലും അത് വളരെയധികം ഉപകാരമുള്ള ഒരു കാര്യമായിരിക്കും. യാത്രക്ക് പോകുമ്പോൾ, ഒരു ദൂരയാത്ര പോവുകയാണെങ്കിൽ 3 ആളാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വദുക്കിറ അൻഹു അന്നഹു കാന യഖൂലു ഹീന യൻഹദു ലിസ്സഫർ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിൽ പോകുന്ന സമയത്ത്, യാത്രക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ, യാത്രക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുള്ള ഒരു ദുആ വന്നിട്ടുള്ളത്, അല്ലാഹുമ്മ ഇലൈക തവജ്ജഹ്തു. അല്ലാഹുവേ, നിന്നിലേക്കാണ് ഞാൻ മുന്നിടുന്നത്. വബിക അതസംതു. നിന്നെ കൊണ്ടാണ് ഞാൻ രക്ഷ തേടുന്നത്. അല്ലാഹുമ്മ ക്ഫിനി മാ അഹമ്മനി വമാ ലാ അഹ്തമു ലഹു. എൻ്റെ ചിന്തകളും അതുപോലെ തന്നെ ഞാൻ ചിന്തിക്കാത്ത എൻ്റെ മറ്റു കാര്യങ്ങളും നീ മതിയായതാക്കി തരണമേ. അല്ലാഹുമ്മ സവ്വിദ്നി അത്തഖ്വ. എനിക്ക് തഖ്വ വർദ്ധിപ്പിക്കണമേ.
വഗ്ഫിർ തഖ്വ ഒരുക്കി നൽകി വർദ്ധിപ്പിക്കണമേ. വഗ്ഫിർ ലി ദംബി എൻ്റെ പാപങ്ങൾ നീ പുറത്തു നൽകണമേ. വവജ്ജിഹ്നി ലിൽ ഖൈരി ഐനമാ തവജ്ജഹ്തു ഞാൻ എങ്ങോട്ടാണ് തിരിയുന്നത് എങ്കിലും അവിടെ എനിക്ക് ഖൈറിനെ നീ ഒരുക്കി തരണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 3 ആളുകൾ ചുരുങ്ങിയത് ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. അത് മൂന്നിൽ കൂടുതൽ ആളുകളാണെങ്കിൽ അതിലൊരാളെ അമീറായി നിശ്ചയിക്കുകയും ആ അമീറിനെ അനുസരിക്കുകയും ചെയ്യുന്ന യാത്രയിൽ ആ കാര്യങ്ങൾ സുഖമായി നടക്കാൻ അനുസരിക്കുന്ന അവസ്ഥയും ഉണ്ടാവുക എന്നുള്ളത്. യാത്രയിൽ ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാറുള്ള ഒരു ദുആ ആണ് ഇവിടെ പറഞ്ഞത്. മറ്റ് ചില ദുആകൾ വകാന ഇദാ ഖദിമത് ഇലൈഹി ദാബത്തുഹു ലിയർകബഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹനമൃഗത്തിന്റെ കയറാൻ വേണ്ടി അതിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് യഖൂൽ പറയാറുണ്ട് ബിസ്മില്ലാ എന്ന് പറയും. ഹീന യദ്ഉ റിജ്ലഹു ഫിർ റികാബ് അങ്ങനെ കയറാൻ വേണ്ടി ആ ഒട്ടകവും മറ്റാണെങ്കിൽ എന്താണ് കാല് മുട്ട് മടക്കി കൊടുക്കും. അങ്ങനെ അതിൽ ചവിട്ടിക്കൊണ്ട് കയറുന്ന സന്ദർഭത്തിൽ ഫൈദസ്തവ അലാ ദഹ്രിഹ അതിന്റെ മുതുകിൽ കയറി കഴിഞ്ഞാൽ അവിടുന്ന് പറയാറുണ്ട് അൽഹംദുലില്ലാഹില്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഖുർആനിലെ ആയത്താണ്. അല്ലാഹുവിനെ സ്തുതി, ഇതിനെ കീഴൊതുക്കി തന്ന അല്ലാഹുവിനെ സ്തുതി, നമുക്കതിന് സാധിക്കുമായിരുന്നില്ല, നമ്മുടെ മടക്കം അല്ലാഹുവിലേക്കാണ്. സുമ്മ യഖൂൽ എന്നിട്ട് പറയാറുണ്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. സുമ്മ യഖൂൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. 3 തവണ അൽഹംദുലില്ലാ എന്ന് പറയും, 3 തവണ അല്ലാഹു അക്ബർ പറയും. സുമ്മ യഖൂൽ എന്നിട്ട് പറയും സുബ്ഹാനക ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, ഞാൻ എന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചു, എനിക്ക് പാപങ്ങൾ പുറത്തു നൽകണം, നീ അല്ലാതെ പാപം പൊറുക്കുന്നവൻ മറ്റാരുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാഹനത്തിൽ കയറുമ്പോൾ ദുആ ചെയ്യാറുണ്ട്. അപ്പൊ അന്ന് വാഹനമൃഗത്തിൽ എടുത്തെത്തി കയറുമ്പോൾ ചെയ്യാറുള്ളത് നമുക്കിന്ന് നമ്മുടെ വാഹനത്തിന്റെ മുകളിൽ ഏതാണോ നമ്മുടെ വാഹനം അതിന്റെ മുകളിൽ കയറുമ്പോൾ ചൊല്ലാവുന്നതാണ്. വകാന യഖൂൽ അതുപോലെ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുള്ള മറ്റൊരു ദുആ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ. അല്ലാഹുവേ ഈ യാത്രയിൽ ഞങ്ങളിതാ നിന്നോട് ബിർറിനെ പുണ്യത്തെയും തഖ്വയെയും നിന്നോടുള്ള സൂക്ഷ്മതയെയും ചോദിക്കുന്നു. വമിനൽ അമലി മാ തർളാ നീ തൃപ്തിപ്പെടുന്ന കർമ്മങ്ങളെയും ചോദിക്കുന്നു. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ അല്ലാഹുവേ ഈ യാത്ര ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണമേ. വത്വി അന്നാ ബുഅദഹു ഞങ്ങളുടെ യാത്രാ ദൂരം നീ ചുരുക്കി നൽകണമേ. അല്ലാഹുമ്മ അൻത സ്സാഹിബു ഫിസ്സഫർ അല്ലാഹുവേ നീയാണ് ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പമുള്ള ആള്. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ ഞങ്ങൾ വിട്ടേച്ചു പോയിട്ടുള്ള കുടുംബത്തിൽ ഞങ്ങൾക്ക് പകരക്കാരനായിട്ടുള്ളത് നീയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇസ് സഫർ ഈ യാത്രയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന യാത്രയിലെ ദുരിതങ്ങളെ തൊട്ട് നിന്നോട് രക്ഷ തേടുന്നു. വക്കാബത്തിൽ മുൻഖലിബ് അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങളെ കൊണ്ട് ഞെരുക്കമാകുന്നതിൽ തൊട്ട്. വസൂ ഇൽ മംവർ മോശപ്പെട്ട കാഴ്ചകളെ തൊട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാഴ്ചകളെ തൊട്ട്. ഫിൽ അഹ്ലി വൽ മാൽ ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും മോശപ്പെട്ട രീതിയിൽ എന്തെങ്കിലും ഉണ്ടാവുക എന്നുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ടായിരുന്നു. യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ടായിരുന്നു. വൈദാ റജഅ നീ യാത്ര കഴിഞ്ഞ് എവിടെയെങ്കിലും പോയി യാത്രയിൽ എത്തി തിരിച്ചു മടങ്ങുമ്പോഴും ഖാലഹുൻ ഇതേ ദുആ പറയാറുണ്ട്. വസാദ ഫീഹിൻ അതിനോടൊപ്പം ഇത്ര കൂടി പറയാറുണ്ട് ആയിബൂന തായിബൂന ആബിദൂന ലിറബ്ബിന ഹാമിദൂൻ ഞങ്ങളിതാ തൗബ ചെയ്ത് മടങ്ങുകയാണ്, അള്ളാഹുവിനെ ആരാധിക്കുന്നവരായിക്കൊണ്ട് റബ്ബിനെ സ്തുതിക്കുന്നവരായിക്കൊണ്ട് ഞങ്ങളിതാ മടങ്ങുന്നു എന്നുകൂടി ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്. ഈ യാത്ര വളരെ അർത്ഥവത്തായിട്ടുള്ള ഈ ദുആ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ദുആ ആണ്. യാത്രയിലും മറ്റും നമ്മൾ ചൊല്ലേണ്ട നമ്മൾ പഠിക്കേണ്ട ദുആ. وكان هو واصحابه اذا علوا الثنايا كبروا അതുപോലെ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഉയരം കയറുന്ന സന്ദർഭങ്ങളിൽ വല്ല കുന്നോ മലയോ അതുപോലെയുള്ള ഉയരങ്ങൾ കയറുന്ന സന്ദർഭങ്ങളിൽ കബ്ബറു അല്ലാഹു അക്ബർ എന്ന് പറയാറുണ്ട്.
വൈദാ ഹബതു അൽ ഔദിയ സബ്ബഹു, ഇനി ഏതെങ്കിലും ഒരു താഴ്വരയിലോ മറ്റോ ഇറങ്ങുന്ന സന്ദർഭങ്ങളിൽ സുബ്ഹാനല്ലാഹ് എന്ന് തസ്ബീഹും പറയാറുണ്ട്. ഇത് യാത്രയിൽ മാത്രം ചെയ്തിരുന്ന കാര്യമാണ്. അല്ലാതെ നമ്മൾ വീട്ടിൽ സ്റ്റെപ്പ് കയറുമ്പോഴോ, ചില ആളുകൾ ഇത് മനസ്സിലാക്കിയിട്ട് ലിഫ്റ്റ് കയറുമ്പോഴും ലിഫ്റ്റ് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴൊക്കെ ചെയ്യുന്ന കാണാം. പക്ഷെ ഇത് യാത്രയിലുള്ള സുന്നത്താണ്. നമ്മൾ ഏതെങ്കിലും യാത്ര ചെയ്യുകയാണ്, ആ യാത്രയിൽ കയറ്റം കയറുമ്പോഴും ഇറക്കമിറങ്ങുമ്പോഴും, കയറ്റം കയറുമ്പോൾ അള്ളാഹു അക്ബർ, എത്ര ഉയരമുണ്ടെങ്കിലും അതിനേക്കാൾ വലിയവനാണ് അള്ളാഹു എന്നറിയിക്കാനാണിത്. ഇറക്കിറങ്ങുമ്പോൾ താഴ്ച ഒന്നുമില്ലാത്ത, ന്യൂനതകളൊന്നുമില്ലാതെ അള്ളാഹു പരിശുദ്ധനാണ് എന്നറിയിക്കാനാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. അത് യാത്രയിലാണ് ചെയ്യേണ്ടത്. അല്ലാതെ സാധാരണ നമ്മളുടെ ഉയരം കയറുമ്പോഴും ഇറങ്ങുക എന്നുള്ള എല്ലാ സുന്നത്ത് യാത്രയിലാണ് സുന്നത്ത്. وكان إذا أشرف على قرية يريد دخولها يقول, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു യാത്രയിൽ, ഏതെങ്കിലും ഒരു നാട്ടിലേക്ക്, ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അപ്പോൾ ഒരു ദുആ പറയാറുണ്ട്. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി സബ്അ വമാ അദ്ലൽന, 7 ആകാശങ്ങളുടെ റബ്ബേ, അതിനെ മൂടിയിട്ടുള്ളതിന്റെയും റബ്ബേ, വറബ്ബൽ അർളീന സബ്അ വമാ അഖ്ലൽന, 7 ഭൂമിയുടെയും അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളതിന്റെയുമായ റബ്ബേ, വറബ്ബ ഷയാത്തീനി വമാ അദ്ലൽന, എല്ലാ പിശാചുക്കളുടെയും ആ പിശാച് പിഴപ്പിച്ചിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാം റബ്ബേ, വറബ്ബ റിയാഹ് വമാ ദറൈന, കാറ്റ് വീശിയിട്ടുള്ള കാറ്റിന്റെയും അത് വീശി തട്ടിയിട്ടുള്ള എല്ലാത്തിന്റെയും റബ്ബേ, അസ്അലുക ഖൈറ ഹാദിഹിൽ ഖറിയ വഖൈറ അഹ്ലിഹ, ഈ ഗ്രാമത്തിന്റെ ഖൈറും അതുപോലെ ഇതിന്റെ ആളുകളുടെ ഖൈറും നിന്നോട് ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരിഹാ വശർരി അഹ്ലിഹാ വശർരി മാ ഫീഹാ, ഇതിന്റെയും ഇതിന്റെ ആളുകളെയും അതിലുള്ള ഷർറിനെ തൊട്ടും രക്ഷ തേടുകയും ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. വകാന യഖ്സുറു അർറുബാഇയ്യത, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ ഖസ്റായിട്ടാണ് യാത്രയിൽ നിസ്കരിക്കാറുള്ളത്. 4 റക്അത്തുള്ള നിസ്കാരങ്ങൾ ളുഹർ, അസ്ർ, ഇശാ എന്നീ നിസ്കാരങ്ങൾ ഖസ്റാക്കിയിട്ട് അഥവാ ചുരുക്കിക്കൊണ്ട് 2 റക്അത്തായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഈ നിസ്കാരങ്ങളുടെ ഒക്കെ അടിസ്ഥാനം 2 റക്അത്താണ്. അടിസ്ഥാനമായ നിസ്കാരങ്ങൾ 2 റക്അത്തായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നത്. പിന്നീട് മുഖയ്യമായിട്ടുള്ള ഒരാളുടെ മേലെ 4 റക്അത്തായി നിശ്ചയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ യാത്രക്കാരനാകുമ്പോൾ മുഖയ്യം എന്നുള്ള അവസ്ഥയിൽ മാറുന്നതുകൊണ്ട് നിസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് അത് മാറി 4 റക്അത്തുള്ളത് 2 റക്അത്താണ് നിസ്കരിക്കാറുണ്ടായിരുന്നത്. വഖാല ഉമയ്യത്ത് ഇബ്നു ഖാലിദിൻ, ഒരിക്കൽ ഉമയ്യത്ത് ഇബ്നു ഖാലിദ് എന്ന വ്യക്തി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി, ഇന്നാ നജിദു സലാത്തൽ ഹദരി വസലാത്തൽ ഖൗഫി ഫിൽ ഖുർആൻ, ഖുർആനിൽ ഒരാൾ മുഖയ്യമായിരിക്കും, ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ നിസ്കരിക്കേണ്ട എങ്ങനെയാണെന്നും യുദ്ധ സന്ദർഭത്തിലോ അല്ലെങ്കിൽ ശത്രുക്കളുടെ അക്രമം ഭയപ്പെടുന്ന സന്ദർഭത്തിലോ ഭയമുള്ള സന്ദർഭത്തിലോ നിസ്കരിക്കുന്നത് എങ്ങനെയാണെന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. വലാ നജിദു സ്വലാത്ത സഫർ, യാത്രയിൽ എങ്ങനെ നിസ്കരിക്കേണ്ടതെന്ന് ഖുർആനിൽ വന്നിട്ടില്ലല്ലോ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കേണ്ടായി. ഇവിടെ ഇത് പറയുന്നതിന് ബാക്കി വായിക്കുന്നതിന് മുമ്പ് ഖുർആനിൽ യാത്രയുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ആയത്തുണ്ട്. സൂറത്തു നിസായിലെ 101-ാമത്തെ ആയത്ത്. അതിൽ പറയുന്നത് വൈദാ വറബ്തും ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൂടെ ആകുന്ന സന്ദർഭത്തിൽ ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറു മിനസ് സ്വലാ, നിസ്കാരം ഖസ്റാക്കുന്നത് നിങ്ങളുടെ മേലെ ദോഷമില്ല എന്നൊരായത്തുണ്ട്. എന്നാൽ ഈ ആയത്തിനെ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അത് യാത്രയിലുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടല്ല അത് പറഞ്ഞിട്ടുള്ളത്. ഭയം ഉള്ള സന്ദർഭത്തിൽ, യുദ്ധത്തിനോ മറ്റോ അല്ലെങ്കിൽ മറ്റു ഭൂമിയിലെ മറ്റു പല പ്രദേശങ്ങളിലുമായിരിക്കുന്ന സന്ദർഭത്തിൽ ശത്രുക്കളുടെ ഉപദ്രവങ്ങളോ അല്ലെങ്കിൽ യുദ്ധ സന്ദർഭത്തിലോ യുദ്ധത്തിനൊരുങ്ങുന്നതിന് മുമ്പുള്ള സമയത്തോ അങ്ങനെയൊക്കെയുള്ള സമയത്താണെങ്കിൽ നിസ്കരിക്കേണ്ട കാര്യമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തഖ്സുറു മിനസ്സലാ, നിസ്കാരം ചുരുക്കുക എന്നുദ്ദേശിച്ചത് അതിന്റെ സിഫത്തിനെയാണ്, അല്ലാതെ എണ്ണത്തിനെയല്ല. ഇപ്പൊ യുദ്ധത്തിൽ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ സുജൂദ് റുക്വൊക്കെ ചെയ്യണോ? വേണ്ട, തലകൊണ്ട് ആംഗ്യം കാണിച്ചാൽ മതിയാവും. അപ്പൊ അതാണ് അതുകൊണ്ട് ഉദ്ദേശമെന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യക്തി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് എന്ത് ചോദിക്കുന്നത്? യാത്രയുടെ ഭയത്തിന്റെ വന്നിട്ടുണ്ട്, അല്ലാത്ത നിസ്കാരത്തിന് വന്നിട്ടുണ്ട്, യാത്രയുടെ ഖുർആനിൽ വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നത്. എന്നാൽ ഇതേ ആയത്തിനെ തന്നെ വേറെ ചില മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് അത് യാത്രയുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. യാത്രയിൽ ഖസ്റാക്കുക എന്നുള്ളതിന് തെളിവാണ്. അപ്പൊ ഈ ആയത്തിനെ പറ്റി അങ്ങനെ ചർച്ചയുണ്ട്. അപ്പൊ ആ ആയത്തിനെ ഭയത്തിന്റെ വിഷയത്തിലുള്ള ആയത്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ വ്യക്തി ചോദിക്കുന്നത്. ഭയത്തിന്റെ വിഷയത്തിലും അല്ലാതെയുള്ള നിസ്കാരത്തെ പറ്റി ഖുർആനിൽ വന്നിട്ടുണ്ട്, പക്ഷെ യാത്രയെ പറ്റി വന്നിട്ടില്ലല്ലോ എന്ന്. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഫഖാല ലഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, യാ അഖി,
സഹോദര, ഇന്ന അല്ലാഹ ബഅസ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ നഅലമു ശൈഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത് നമ്മൾക്ക് ഒന്നും അറിയാത്തൊരവസ്ഥയിലാണ്. നമുക്ക് ഒന്നും അറിയാത്ത അവസ്ഥയിലാണ്. ഫഇന്നമാ നഫ്അലു കമാ റഅയ്നാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അലു. നാം ചെയ്യുന്നത് എന്താണ്, നാം ചെയ്തത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ചെയ്തത് കണ്ടത് അതാണ് നമ്മൾ ചെയ്തത് എന്ന് ഈ സഹാബി മറുപടി പറയാം. ഇത് ഹദീസിനെ നിഷേധിക്കുന്ന, ഹദീസിനെ കളവാക്കുന്ന, ഖുർആനോട് യോജിക്കാത്ത ഹദീസുകളുണ്ട് എന്ന് പറയുന്ന, അങ്ങനെ ഹദീസുകൾ തള്ളുന്ന ആളുകൾക്കൊക്കെ ഉള്ള മറുപടിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചെന്നാണ് ദീന്. പിന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ടൊരു കാര്യം എങ്ങനെയാണ് ഖുർആനെതിരായിട്ട് വരിക? ഒരിക്കലുമില്ല. ചില ആളുകൾ അപ്പോൾ ഖുർആനിലില്ലാത്ത കാര്യം ഹദീസ് നോക്കേണ്ട ആവശ്യമില്ല, ഖുർആൻ പഠിപ്പിക്കത്തില്ല, അപ്പൊ തള്ളിക്കളയാം എന്ന് പറയുന്ന ആളുകളെ കാണാം. അവരോടും പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖുർആനിൽ നമുക്ക് വിശദീകരിച്ചു തരേണ്ടത്. ഇവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ രീതിയിൽ മറുപടി പറഞ്ഞു. പക്ഷെ ഖുർആനിൽ ആ വിഷയത്തിൽ ആയത്ത് വന്നിട്ടുണ്ട്. ഇനി പോട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയിൽ തന്നെ ആ കാര്യം കൃത്യമായി വ്യക്തമാണ്. ഞാൻ അതിനെപ്പറ്റിയാണ് പറയുന്നത്. വകാന മിൻ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ഇഖ്തിസാറു അലൽ ഫർദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയിലുള്ള മാതൃകയിൽപ്പെട്ടതാണ് ഫർള് നിസ്കാരങ്ങൾ ചുരുക്കി നിസ്കരിക്കാറുണ്ട്. അഥവാ 4 റക്അത്തുള്ള 2 റക്അത്ത്, 2ഉം 3ഉള്ള ഫജ്റും മഗ്രിബും ചുരുക്കാൻ പറ്റില്ല. വലം യഹ്ഫദ് അൻഹു അന്നഹു സല്ല അസ്സുന്നത ഖബ്ലഹ വലാ ബഅദഹ ഇല്ലാ സുന്നത്തൽ ഫജ്രി വൽ വിത്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിൽ നിസ്കാരങ്ങൾക്ക് മുമ്പോ ശേഷമോ സുന്നത്തുകൾ, റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിച്ചിരുന്നതായി സ്ഥിരപ്പെട്ടൊന്നും വന്നിട്ടില്ല. 2 നിസ്കാരങ്ങൾ ഒഴികെ. ഒന്ന് ഫജ്റിന് മുമ്പുള്ള സുന്നത്തും വിത്ർ നിസ്കാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നു. അല്ലാതെയുള്ള റവാത്തിബുകൾ നിസ്കരിച്ചിരുന്നതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. വലാകിൻ പക്ഷേ ലം യംന മിൻ തതവ്വുഇ ഖബ്ലഹ വലാ ബഅദഹ. പക്ഷേ നിസ്കരിക്കരുത് എന്ന് എന്ത് ചെയ്തിട്ടില്ല? വിരോധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുണ്ടായിരുന്നില്ല, പക്ഷെ നിസ്കരിക്കരുത് എന്ന് എന്ത് വന്നിട്ടില്ല? വിരോധനം വന്നിട്ടില്ല. യാത്രയിൽ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് എന്തില്ല? വിദഗ്ധാവുകയോ തെറ്റാവുകയോ ഒന്നുമില്ല. നിസ്കരിക്കൽ അനുവദനീയമാണ്. പക്ഷേ അത് പൊതുവായിട്ടുള്ള സുന്നത്തായ നിസ്കാരം എന്ന നിലയ്ക്ക് ഏത് നിസ്കാരവും നിസ്കരിക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റവാത്തിബായിട്ട് ഓരോ ഫർള് നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള നിസ്കാരങ്ങൾ നിസ്കരിച്ചിട്ടില്ല. അതേസമയം സുന്നത്തായ നിസ്കാരങ്ങൾ ഏത് നിലയ്ക്ക്, അഥവാ പൊതുവായ നിലയ്ക്ക് തന്നെ നിസ്കരിക്കാവുന്നതാണ്. ഫഹുവ കതതവ്വുഇൽ മുത്ലഖ്. അത് പൊതുവായിട്ടുള്ള സുന്നത്തായ നിസ്കാരം പോലെയാണ്. ലാ അന്നഹു സുന്നത്തുൻ റാത്തിബത്തുൻ ലിസ്സലാ. നിസ്കാരത്തിന്റെ റവാത്തിബ് എന്ന നിലയ്ക്കല്ല അത് നിസ്കരിക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റവാത്തിബ് സുന്നത്തുകൾ മുഖീമായിരിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്നത് പോലെ യാത്രക്കാരായിരിക്കുമ്പോൾ നിസ്കരിച്ചിട്ടില്ല. അതേസമയം സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിക്കാം. സുന്നത്തായ നിസ്കാരങ്ങൾ യാത്രയിൽ നിസ്കരിക്കാം. അത് നിസ്കാരത്തിന്റെ റവാത്തിബ് എന്ന നിലക്കല്ല, അല്ലാതെ പൊതുവായ സുന്നത്തി എന്ന നിലക്ക് നിസ്കാരങ്ങൾ നിസ്കരിക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസബത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു സ്വല്ല യൗമൽ ഫത്ഹി 8 റക്അഅത്തിൻ ദുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന്റെ ദിവസത്തിൽ 8 റക്അത്ത് ദുഹ ഉമ്മുഹാനിന്റെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ യാത്രക്കാരനാവുന്ന ഒരാൾക്ക് സുന്നത്തായ നിസ്കാരങ്ങൾ പൊതുവായ നിലക്ക് നിസ്കരിക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല ഒരു ഫർള് നിസ്കാരത്തിനോട് ഒപ്പമുള്ള റവാത്തിബുകൾ കൃത്യമായി നിസ്കരിച്ചതായി വന്നിട്ടില്ല. 2 നിസ്കാരങ്ങൾ ഒഴികെ ഫജ്റിന് മുമ്പുള്ള സുന്നത്തും വിത്ർ നിസ്കാരവും. ചില സഹാബികൾ യാത്രയിലെല്ലാം ഈ സുന്നത്തുകൾ നിസ്കരിച്ചിരുന്നു, പക്ഷെ അതൊക്കെ പൊതുവായിട്ടുണ്ട് എന്ന നിലക്കാണ്. وكان من هديه صلى الله عليه وسلم صلاة التطوع على راحلته أينما توجهت به. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയായിരുന്നു വാഹനമൃഗത്തിന്റെ മുകളിലായിക്കൊണ്ട് സുന്നത്തായി നിസ്കരിക്കാറുണ്ടായിരുന്നു. അത് ഖിബ്ല എങ്ങോട്ടാണ് എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. യാത്രയിൽ സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോൾ വാഹനമൃഗത്തിന്റെ മുകളിൽ എങ്ങോട്ട് തിരിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് നിസ്കരിക്കാവുന്നതാണ്. വകാന യൂമിഉ ഫീ റുകൂഇഹി. റുകൂഉം സുജൂദും എല്ലാം ആംഗ്യം കാണിച്ചുകൊണ്ടാണ് ആ വാഹനമൃഗത്തിന്റെ മുകളിലായിക്കൊണ്ട് സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുണ്ടായിരുന്നത്. وكان إذا أراد أن يرتحل قبل أن تغيب الشمس أخر الظهر إلى العصر. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിൽ നിസ്കാരങ്ങൾ ജംഉ ചെയ്യാറുള്ള 2 നിസ്കാരങ്ങൾ ഒരുമിച്ച് ചെയ്യാറുള്ളത്, അഥവാ ദുഹറും അസറും മഗ്രിബും ഇശാവും കൂടി ജംഉ ചെയ്ത് നിസ്കരിക്കാറുള്ള രീതി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. പല ആളുകൾക്കും, സാധാരണക്കാരായ പല ആളുകൾക്കും ഒന്ന് ജംഉ ചെയ്യുന്നതിന് അറിയില്ല, ജംഉ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല.
ഒരിക്കലും ഒരാൾ ഒരു യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ നിസ്കരിച്ചു ചോദിച്ചപ്പോൾ മഗ്രിബിന് സമയത്ത് നിസ്കരിച്ചു പറഞ്ഞു. എങ്ങനെ ചോദിച്ചപ്പോൾ അസറിനൊപ്പം മഗ്രിബ് ജമ്മാക്കി എന്ന് പറഞ്ഞു. അസറിനൊപ്പം മഗ്രിബ് ജമ്മാക്കി എന്നുള്ളത്. അപ്പൊ ജമ്മാക്കാന്ന് പറഞ്ഞാൽ എല്ലാ നിസ്കാരം എങ്ങനെ വേണമെങ്കിലും ജമ്മാക്കാന്ന് ചില ആളുകൾ ധരിച്ചു പോയിട്ടുണ്ട്. അപ്പോ ജമ്മാക്കാൻ പറ്റുന്നത് ദുഹറും അസറും മഗ്രിബും ഇശാവുമാണ് ഒരുമിച്ച് നിസ്കരിക്കാനുള്ളത്. ഇനി രണ്ട് രീതിയിൽ ചെയ്യാം. ജംഅ് തഖ്ദീമും ചെയ്യാം, തഖ്ഖീറും ചെയ്യാം. അതായത് ദുഹറിന്റെ സമയത്തേക്ക് അസറിനെ മുന്തിച്ച് നിസ്കരിക്കാം, അല്ലെങ്കിൽ മഗ്രിബിന്റെ സമയത്തേക്ക് ഇശായിനെ മുന്തിച്ച് നിസ്കരിക്കാം, അല്ലെങ്കിൽ അസറിന്റെ സമയത്തേക്ക് ദുഹറിനെയോ ഇശായിന്റെ സമയത്തേക്ക് മഗ്രിബിനെയോ പിന്തിച്ച് നിസ്കരിക്കാം. ജംഉ തഖ്ദീമും ഉണ്ട്, ജംഉ തഖ്ഖീറും ഉണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന ഒരു രീതിയാണ് പറയുന്നത്. വകാന ഇദാ അറാദ അൻ യർതഹില, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രക്ക് ഉദ്ദേശിക്കുകയാണ്. ഖബ്ല അൻ തഗീബ അശംസ്, സൂര്യൻ മധ്യത്തിൽ അഥവാ ലുഹറിന്റെ സമയമാകുന്നതിന് മുമ്പാണ് യാത്രക്ക് വേണ്ടി പോകുന്നത് എങ്കിൽ അഖറ ദുഹറ ഇലൽ അസ്ർ, ദുഹറിനെ അസറിലേക്ക് പിന്തിക്കും. അതായത് ദുഹറിന്റെ സമയം ആയിട്ടില്ല, അതിനു മുമ്പ് യാത്ര പുറപ്പെടുകയാണെങ്കിൽ ആ യാത്ര തുടരാൻ ഉദ്ദേശിച്ചുകൊണ്ട് ദുഹറിനെ അസറിന്റെ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി പിന്തിക്കാറുണ്ടായിരുന്നു. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ദുഹറിന്റെ സമയമായിട്ടുണ്ട് എങ്കിൽ ദുഹർ നിസ്കരിച്ചിട്ട് യാത്ര പുറപ്പെടാറുള്ളത്. ഒന്നുകിൽ അസറിനെ ജമ്മാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ദുഹർ നിസ്കരിച്ചിട്ട് ആണ് യാത്ര ചെയ്യാറുണ്ടായിരുന്നത്. വകാന ഇദാ അജലഹു സ്വൈറു അഖറൽ മഗ്രിബ, യാത്ര പെട്ടെന്ന് എത്തണം എന്നുള്ളൊരു സന്ദർഭമാണെങ്കിൽ മഗ്രിബിനെ ഇശാഇനോട് വൈകിപ്പിച്ച് നിസ്കരിക്കാറുണ്ട്. ഹത്താ യജ്മഅ ബൈനഹാ വബൈനൽ ഇശാഇ, മഗ്രിബിനെ ഇശാഇനോട് ചേർത്ത് നിസ്കരിക്കാറുണ്ട്. വലം യകുൻ മിൻ ഹദിഹി അൽ ജംഉ റാകിബൻ വലാ ഹാല നുസൂലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജംഅ ആയിക്കൊണ്ട് വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും കാര്യത്തിൽ ഇറങ്ങുന്ന സന്ദർഭത്തിലോ ജംഅ ആക്കാറുണ്ടായിരുന്നില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജംഅ ആക്കി നിസ്കരിക്കാറുള്ളത് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ സമയത്തേക്കാണ് ജംഅ ആക്കാറുള്ളത്. ഒന്നെങ്കിൽ ദുഹറിന്റെ സമയത്തേക്ക് അസറിനെ ജംഅ ആക്കും, അല്ലെങ്കിൽ അസറിന്റെ സമയത്തേക്ക് ദുഹറിനെ ജമ്മാക്കും. അതിന്റെ ഇടയിൽ വാഹനാമൃഗത്തിന്റെ മേലെ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ റാഹത്തിന് വേണ്ടി എവിടെയെങ്കിലും ഇറങ്ങി അപ്പോൾ ഇനി അവിടെ നിസ്കരിക്കാമെന്നോ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. ഏതെങ്കിലും സമയത്തേക്കാണ് ചെയ്യാറുണ്ടായിരുന്നത് എന്ന് കാണാം. എന്നാൽ യാത്രക്കാരന്റെ ആവശ്യാനുസരണം, അവന് ബുദ്ധിമുട്ടാണ്, യാത്രയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ എങ്ങനെയും നിസ്കരിക്കാവുന്നതാണ്, ജമ്മാക്കി ഏത് സമയത്ത് നിസ്കരിക്കാവുന്നതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും നിസ്കാരത്തിന്റെ സമയത്തേക്ക് മാത്രമാണ് ജമ്മാക്കി നിസ്കരിക്കാറുണ്ടായിരുന്നത്, അല്ലാതെ വാഹന മൃഗത്തിന്റെ മേലെ മറ്റും നിസ്കരിക്കാറില്ല. ഇപ്പൊ നമ്മൾക്ക് ചില യാത്രയിൽ ചിലപ്പോൾ സാധിക്കൂല, ചിലപ്പോൾ ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ ഒക്കെ യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ സാധിക്കൂല, വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നിസ്കരിക്കാൻ ചിലപ്പോൾ പറ്റിക്കോളുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ആ വാഹനത്തിൽ വെച്ച് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. യാ കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹ. ഇനി യാത്രാമൃഗത്തിന്റെ മുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർള് നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട് ഒരു തവണ. അതെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായ മഴ ഉണ്ടായിരുന്ന സമയത്ത് വിശ്വാസം നിസ്കരിച്ചിട്ടുണ്ട്. മഴയുണ്ടെങ്കിൽ മസ്ജിദിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ജമ്മാക്കി നിസ്കരിക്കാം. നല്ല ശക്തമായ മഴയാണെങ്കിൽ രണ്ട് നിസ്കാരങ്ങൾ ജമ്മാക്കി മസ്ജിദിൽ വെച്ചിട്ട് നിസ്കരിക്കാൻ അനുവാദമുണ്ട്. അതുപോലെ രോഗികൾക്ക് അവരുടെ രോഗം അതീവ കഠിനമായിട്ട് ഓരോ സമയത്തും നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ രോഗികൾക്ക് ജമ്മാക്കി നിസ്കരിക്കൽ അനുവദനീയമുള്ള കാര്യമാണ്. അതുപോലെ യാത്രക്കാരന് ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ യാത്ര പുറപ്പെടുമ്പോഴും മറ്റുമെല്ലാം ജമ്മാക്കി നിസ്കരിക്കാൻ അനുവദനീയമുള്ള കാര്യമാണ്. അപ്പോ ഈ ജമ്മാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് നിന്നുകൊണ്ട് ഫർള് നിസ്കരിച്ച സന്ദർഭം ഒരിക്കലും നല്ല മഴയായിരുന്നു. മഴയായ സന്ദർഭത്തിൽ നിലത്തിറങ്ങാൻ പറ്റാത്ത അത്ര മഴയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തിന്റെ പുറത്ത് മുന്നിൽ നിൽക്കുകയും സഹാബികൾ ഒട്ടകത്തിന്റെ അല്ലെങ്കിൽ വാഹനമൃഗത്തിന്റെ പുറത്ത് പിന്നിലായി നിന്നുകൊണ്ട് അവർ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിച്ചിട്ടുണ്ട് ഒരു തവണ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ യാത്രയിൽ മറ്റു വല്ല ബുദ്ധിമുട്ടോ ഞെരുക്കമൊക്കെ ഉണ്ടെങ്കിൽ ജംഉം ഖസ്റൊക്കെ ആയിട്ട് നിസ്കരിക്കാവുന്നതാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു സമയത്തേക്ക് മാത്രമാണ് ജംആക്കി നിസ്കരിച്ചിരുന്നത് എന്ന് കാണാം. അപ്പൊ ജംഅ എന്നുള്ളത് യാത്രക്കാരന് പറ്റും, ശക്തമായ മഴയുള്ള സന്ദർഭത്തിൽ പറ്റും, അതുപോലെ രോഗികൾക്ക് പറ്റും. പിന്നെ അത്രയും ബുദ്ധിമുട്ടുള്ള ഈ സന്ദർഭങ്ങളിൽ തന്നെ ബുദ്ധിമുട്ട് വരികയുള്ളൂ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ജംഅക്കി നിസ്കരിക്കാൻ അനുവാദമുള്ളത്. ഈ ജംഉം ഖസ്റും വലിയൊരു മസലയാണ്, കുറെ ചർച്ചകളുള്ള ഒരു മസലയാണ്. അതിൻ്റെ ഒരു അടിസ്ഥാന നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഔദാര്യമാണ്. യാത്രയിലും മറ്റും ചുരുക്കി നിസ്കരിക്കുക എന്നുള്ളത് നമുക്ക് നൽകിയിട്ടുള്ള ഔദാര്യമാണ്. അത് സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു കാര്യവുമാണ്.
ഇത്രയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയുമായി ബന്ധപ്പെട്ടിട്ട്, യാത്രയിലെ നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച്, ജീവിതമനുസരിച്ച് നമ്മുടെ ഇബാദത്തുകളെ ആക്കി തീർക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.